ശരിക്കും ഡോക്ടർ സർക്കാർ ആശുപത്രിയിലാണ്. അതെ, ഞാൻ ഗവൺമെന്റ് ഹെൽത്ത് സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂർ പൂമലയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ ആദ്യത്തെ പാട്ട് പാടിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. എന്താണ് ഇങ്ങനെ വിട്ട് 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 നിൽക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. ഞാൻ ഒരുപാട് തവണ ഞാനിങ്ങനെ ബ്രേക്സ് എടുത്തിട്ടുണ്ട് പലപ്പോഴും. ഞാൻ 10ാം ക്ലാസ് വരെ വളരെ കാര്യമായിട്ട് യൂത്ത് ഫെസ്റ്റിവലിലും ഒക്കെ സജീവമായിട്ട് മ്യൂസിക് വളരെ കാര്യമായിട്ട് കൊണ്ടു നടന്നതും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ പഠിത്തം കഴിഞ്ഞ് MBBS ജോയിൻ ചെയ്ത സമയത്ത് വലിയൊരു ബ്രേക്കായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാട്ട് വിടുകയാണെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. കാരണം അത്രയ്ക്കധികം പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നപ്പം ഭയങ്കര സ്ട്രഗിളായിരുന്നു പഠിക്കാനായിട്ട്. അപ്പോഴൊന്നും എനിക്ക് ഇനി അങ്ങോട്ട് പാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെ ഒരുപാട് മ്യൂസീഷ്യൻസ് ആയിട്ടുള്ള സാറുമാരുണ്ട്, കുറേ PGs ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും എല്ലാ സമയത്തും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഞങ്ങളുടെ ഹാളിലുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഞാനും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ആ ഒരു ടച്ച് വിടേണ്ടി വന്നില്ല. പിന്നെ എന്ത് കോൺഫറൻസസ് ഉണ്ടെങ്കിലും എന്നെ പ്രെയർ പാടാനോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ബാങ്കറ്റിൻ്റെ സമയത്ത് പാടാനോ ഒക്കെ വിളിക്കാം. അപ്പം അതിനെ കളിയാക്കി പറയായിരുന്നു, അവിടെ PG ഹോസ്റ്റലൊക്കെ ഇരുന്നാഴി അരി കൂടുതലിട്ട് അവിടെ വിനീതയുടെ പാട്ടുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എന്നെ ഇങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവിടെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പഠിത്തം കഴിഞ്ഞ് എൻ്റെ കോഴ്സൊക്കെ കഴിഞ്ഞ് നിന്ന സമയത്താണ് സ്റ്റാർ സിംഗർ വരുന്നത്. അപ്പോൾ ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് സ്റ്റാർ സിംഗർ വരുന്നത്. പക്ഷെ അതൊരു വലിയ ബ്രേക്കായി. അവിടെ വീണ്ടും ഞാൻ തുടങ്ങുകയാണ്, വീണ്ടും പാട്ടിലേക്ക് വരികയാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു ഭയങ്കര ഹൈറ്റ്സിൽ നിന്ന സമയത്താണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഹൈദരാബാദായിരുന്നു ആദ്യത്തെ കുറച്ച് 3-4 മാസമൊക്കെ അവിടെയായിരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ കഴിഞ്ഞു എല്ലാം പൊട്ടിക്കെട്ടി മടക്കി. പിന്നെ എൻ്റെ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള അച്ഛനും അമ്മയും ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട എന്നുള്ള അഭിപ്രായമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കരമായ ആഗ്രഹമൊന്നും പാട്ട് പാടണമെന്നോ പഠിക്കണമെന്നോ ഒന്നും ചെറുപ്പത്തിലേക്ക് അച്ഛൻ്റെയൊക്കെ നിർബന്ധം കൊണ്ട് മാത്രം പഠിച്ചതാണ്. അപ്പം ഞാനും രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ ഇങ്ങനെ പോകാൻ വെറുതെ ഇരിക്കാം എന്നൊക്കെ ഉള്ളതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടുകയും ഭയങ്കര സോഷ്യൽ മീഡിയയൊക്കെ ഇങ്ങനെ സജീവമായിട്ട് വന്ന സമയത്ത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്നൊരു തോന്നലൊന്നും, ഞാൻ ഇത്രയൊക്കെ പാടുന്ന ഒരാളല്ലേ, ഭയങ്കര പാട്ടെന്നല്ല ഞാൻ പറയണേ, നമുക്ക് അങ്ങനെ ഒരു ടാലൻറ്റ് തന്നിട്ട് അത് നല്ലോണം പോലെ യൂസ് ചെയ്യാതിരുന്ന